സ്നേഹമുള്ളവരെ, ലോക ചരിത്രം അധിനിവേശങ്ങളുടെ ചരിത്രമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശം ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും ആശയം കൊണ്ടും കീഴടക്കപ്പെടുമ്പോൾ അധിനിവേശം നടത്തപ്പെടുന്നത് ആ പ്രത്യേക ഭൂപ്രദേശത്തേക്കും ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും മാത്രമല്ല, അവരുടെ സംസ്കാരത്തിലേക്കും വിശ്വാസ ആചാരങ്ങളിലേക്കും കൂടെയാണ്. അതുകൊണ്ടാണ് എല്ലാ അധിനിവേശങ്ങളും ദേവാലയം പിടിച്ചടക്കുന്നതിൽ ചെന്ന് അവസാനിക്കുന്നത്. ഒരിക്കൽ ഹൈന്ദവ ആചാരങ്ങളുടെ ഈറ്റില്ലമായിരുന്ന അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ക്ഷേത്രം മുസ്ലിം മോസ്കായിട്ട് മാറിയത് ഏതാണ്ട് സഹസ്രാബ്ദ കാലത്തോളം ക്രൈസ്തവ ജനതയുടെ കേന്ദ്രമായിരുന്ന ഹാഗിയ സോഫിയ ഇന്നൊരു മുസ്ലിം മോസ്കായിട്ട് മാറ്റപ്പെടുന്നത് ഇതൊക്കെയും അധിനിവേശങ്ങളുടെ പാരമ്പര്യമാണ്. ദേവാലയങ്ങളുടെ മുകളിലുള്ള അധിനിവേശത്തെ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദൈവം തൻ്റെ ഇഷ്ടം പോലെ നിർമ്മിച്ച, പ്രത്യേകം ദൈവം പറഞ്ഞു കൊടുത്ത പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് നിർമ്മിച്ച, ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് പോലും ദൈവം പറഞ്ഞു കൊടുത്ത് സോളമനെ കൊണ്ട് പണിയിപ്പിച്ച ദേവാലയം പല പ്രാവശ്യം അത് നഷ്ടപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്തുവെങ്കിലും ദൈവത്തിൻ്റെ ആലയമായിട്ട്, ദൈവം വസിക്കുന്ന ഇടമായിട്ട് നിലകൊള്ളേണ്ടത് അങ്ങനെ അല്ലാതായി മാറി അതിൻ്റെ മുകളിലേക്കൊരു അധിനിവേശം, ഒരു കച്ചവട അധിനിവേശം നടത്തപ്പെട്ടത് കൊണ്ടാണ് യേശു അവിടെ ചാട്ടവാറെടുക്കുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു യേശുവിനെ ദേവാലയത്തിൽ നമ്മൾ കാണും. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് ഒരു പ്രാവശ്യമല്ല, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 2 പ്രാവശ്യമുണ്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. എന്നാൽ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെ ഒക്കെ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. അതായത് തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിലേക്ക് അവിടുന്ന് ആരെയൊക്കെയാണ് ഇറക്കിവിടപ്പെട്ടത് അവരെല്ലാവരും തിരിച്ചു വരികയും അവിടെ വീണ്ടും ഒരു അധിനിവേശം നടത്തപ്പെടുകയും ചെയ്ത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്, എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് ദേവാലയം. നമ്മുടെ ദേവാലയങ്ങളൊക്കെയും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചതാണ് എങ്കിലും ആത്യന്തികമായിട്ട് ആ ദേവാലയങ്ങൾ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ജെറൂസലേം ദേവാലയത്തെ പറ്റി പറയുമ്പോൾ സൈന്യം നഗരത്തിന് ചുറ്റും കാവൽ നിൽക്കുന്നത്, പാളയമടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ദേവാലയത്തെ സംരക്ഷിക്കാൻ നിൽക്കുകയല്ല, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പലായനം ചെയ്യണം എന്നേച്ച് പറഞ്ഞ അതുകൊണ്ട് ഇനിയൊരു ദേവാലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ട് നിർമ്മിച്ച ദേവാലയമല്ല ദൈവം വസിക്കുന്ന ആലയം, പിന്നെയോ അത് സഭയാണ്. സഭയാകുന്ന ഒരു പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടു വരികയാണ്. ഇന്ന് നമ്മൾക്ക് പക്ഷേ ഉള്ള ദേവാലയങ്ങൾ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചതല്ലേ? തീർച്ചയായിട്ടും അതെ, ഇതൊരു പ്രതീകമാണ്. നമ്മളിന്ന് ഇരിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവാലയം അതൊരു പ്രതീകമാണ്. ഒന്നാമതായിട്ട് അത് ദൈവജനത്തിൻ്റെ പ്രതീകമാണ്. ഈ ആളുകളെല്ലാവരും സഭയെ പ്രതിനിധീകരിക്കുന്നവരാണ്. ദേവാലയം ദൈവജനത്തിൻ്റെ പ്രതീകമാണ്. ദേവാലയത്തിൻ്റെ മുഖവാരം ഏറ്റവും പൊക്കമുള്ളതായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് ദൂരെ നിൽക്കുന്ന ആളുകൾ പോലും ഇവിടെ ഒരു വിശ്വാസികളുടെ സമൂഹം നിലനിൽക്കുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രദേശത്തെ ദേവാലയം, അവിടെ ദേവാലയത്തിൻ്റെ മുകളിലുള്ള കുരിശ്, അത് ഇവിടുത്തെ ജീവിക്കുന്ന വിശ്വാസമുള്ള ഒരു കൂട്ടം ജനതയുണ്ട് എന്നതിൻ്റെ പ്രതീകമാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിലെ വിരിയിട്ടിരിക്കുന്നിടത്തുള്ള 3 കവാടങ്ങൾ താബോർ മലയിൽ വെച്ച് പത്രോസ് പറഞ്ഞില്ലേ, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് അവർ കടന്നുപോയതിൻ്റെ ഓർമ്മയാണ്. ദേവാലയത്തിലെ ബലിപീഠം യേശുവിൻ്റെ കല്ലറയും അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനവുമാണ്. ഇതെല്ലാം പ്രതീകവൽക്കരിക്കപ്പെട്ട്
ഭൂമിയിൽ സ്വർഗം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്നാണ് ദേവാലയം നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഈശോ പറയുന്ന ദേവാലയം ഇത് പ്രതീകമാണെങ്കിൽ പ്രതീകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ദേവാലയമാണ്. 3 തരത്തിലുള്ള ദേവാലയത്തെ പറ്റിയിട്ട് നമുക്കറിയാം. ഒന്ന് സഭയാകുന്ന ദേവാലയമാണ്. സഭയാകുന്ന ദേവാലയത്തിൽ ക്രിസ്തു നാഥനായിട്ട്, ക്രിസ്തു തലയായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഈ ദേവാലയം യേശു തൻ്റെ രക്തം കൊണ്ടുണ്ടാക്കിയെടുത്ത തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയുടെ ആലയമാണ് ദേവാലയം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട മണവാട്ടി തന്നെയാണ് സഭയാകുന്ന ദേവാലയം. രണ്ടാമത്തെ ദേവാലയം നമ്മൾ കാണുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ യേശു പ്രവേശിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കുടുംബത്തിലുണ്ടായപ്പോൾ ആ കുടുംബം ദേവാലയമായിട്ട് മാറുന്നു. ഈശോ പറയുന്നുണ്ടല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. 2 or 3 പേർ എവിടെയാണ് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത്? തീർച്ചയായിട്ടും അതൊരു കുടുംബത്തിലാണ്. കുടുംബം രൂപീകരിക്കപ്പെടുമ്പോഴാണ്. അതൊരു ദേവാലയമാണ്. ഇനിയും ഈശോ പറയും, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. നമ്മുടെയൊക്കെയും ശരീരങ്ങൾ ദേവാലയങ്ങളാണ്. ഈ ശരീരങ്ങളെ ദേവാലയം പോലെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. പൗലോസ്ലേഖ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതായത് നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, നമ്മുടെ കുടുംബമാകുന്ന ദേവാലയം, സഭയാകുന്ന ദേവാലയം. ഈ 3 ദേവാലയങ്ങളും നിരന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നിരന്തരം ഇവിടെ അധിനിവേശങ്ങൾ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് യേശു ആ കച്ചവടക്കാരെ പുറത്താക്കിയത്? ആ കച്ചവടക്കാർ ചെയ്തിരുന്ന ഒരു സേവനം തന്നെയായിരുന്നു. ദേവാലയത്തിൽ മറ്റ് ദേവന്മാരുടെയോ രാജാക്കന്മാരുടെയോ ഒക്കെ ചിത്രം കൊത്തിയിട്ടുള്ള നാണയമിടാനായിട്ട് നിയമം വിലക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആരുടെയും ചിത്രങ്ങളും രൂപങ്ങളും കൊത്തിവെച്ചിട്ടില്ലാത്ത നാണയം ഷെക്കൽ മാറ്റപ്പെടുന്നതിന് അവിടെ നാണയമാറ്റക്കാരുണ്ടായിരുന്നത്. അവിടെ ബലിയർപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കാളകളെയും ആടുകളെയും പ്രാവുകളെയും ആളുകൾ വിറ്റിരുന്നതും. പക്ഷേ ആ ദേവാലയത്തിൽ ഈ കച്ചവടത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യേശു അവരെ പുറത്താക്കുന്നത്. കച്ചവട ഭാഷയിൽ 2 പേരുടെ ബന്ധമാണ് അവിടെയുള്ളത്. ഉഭയകക്ഷി ബന്ധമാണ് അവിടെയുള്ളത്. ഒരാൾ പണം കൊടുക്കുന്നു, മറ്റൊരാൾ പണത്തിന് പകരമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അതിൻ്റെ ഇടയിലുള്ളതാണ് ലാഭം. ഇവിടെ 2 പേർ തമ്മിലുള്ള ഉടമ്പടിയാണ്. എന്നാൽ ദേവാലയത്തിൽ പറയപ്പെടുന്നത് ഒറ്റ തരത്തിലുള്ള ഉടമ്പടിയാണ്. യൂണിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, ബൈലാറ്ററൽ അല്ല. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് രക്ഷ നേടിത്തന്നു. നമ്മളതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ക്രിസ്തു നേടിത്തന്ന രക്ഷ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതാണ്, നേടിയെടുക്കുന്നതാണ് ദേവാലയത്തിലെ കുദാശകളിലൂടെ. ഞാൻ നിനക്ക് ഇന്നത് തരാം, ഞാൻ നൊവേന ചെല്ലാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, അപ്പം നീ എനിക്കിത് തരണം എന്നുള്ളത് ഒരു തരത്തിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ദേവാലയത്തിൽ പറയപ്പെടാൻ പാടില്ലാത്തതാണത്. പിന്നെയോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നൊവേനകൾ അർപ്പിക്കുന്നത്, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് യേശു നമുക്ക് തന്ന ത്യാഗത്തിലേക്ക് നമ്മളെ തന്നെ കൂട്ടിച്ചേർക്കുന്നതിന് നമ്മളെടുക്കുന്ന ചില ത്യാഗങ്ങളാണത്. അതല്ലാതെ ഈ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നതിന് നമ്മുടേതായിട്ടുള്ള ഒരു ത്യാഗവും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. പക്ഷേ ഇത് കിട്ടുമ്പോൾ ഹൃദയം തുറക്കപ്പെടുന്നതിന് നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നതും വിധേയത്വത്തിലേക്ക് വരുന്നതുമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിക്കുന്ന ആരാധനകൾ. നമുക്കൊരിക്കലും ദൈവത്തിനൊരിക്കലും നമ്മുടെ ആരാധനയുടെ ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിലേക്ക് ചേർന്നിരിക്കുന്നതിന് നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്ന പരോപകാര പ്രവൃത്തികളും ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ് താനും. പക്ഷേ അതൊരു തരത്തിലുമുള്ള എഗ്രിമെൻറ്റുകളായിട്ട് ഗണിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ഗണിക്കപ്പെടുന്നിടത്താണ് ഈ തരത്തിലുള്ള കച്ചവട താല്പര്യങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തെ ദൈവം വസിക്കുന്ന ആലയങ്ങളായിട്ട് കാണാം. നമ്മൾ തന്നെ ദൈവം വസിക്കുന്ന ആലയം, നമ്മുടെ കുടുംബം ദൈവം വസിക്കുന്ന ആലയം,
നമ്മുടെ സഭ ദൈവം വസിക്കുന്ന ആലയം ഇവിടെ ദൈവത്തോടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു കീഴടങ്ങലിലൂടെ വിധേയത്വത്തിലൂടെ നമുക്ക് ദേവാലയങ്ങളായിട്ട് മാറാം. ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ തരത്തിലുള്ള കച്ചവടപരമായിട്ടുള്ള അധിനിവേശങ്ങൾ ഈ ദേവാലയങ്ങളിൽ എവിടെയെങ്കിലും കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരുപാധികം മാറ്റാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് നിരന്തരമായിട്ട് നമ്മളും നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളുമാകുന്ന ദേവാലയങ്ങളെ എല്ലാ അധിനിവേശങ്ങളിൽ നിന്നും നിരന്തരമായി നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.